ഇതിനെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഞങ്ങൾ ഫോണിലൂടെ സംസാരിക്കാറുണ്ട്. നിങ്ങൾ തമ്മിലോ? അല്ല, അത് പിന്നെ വിജയ് ഉണ്ടോന്ന് ഇവിടുന്ന് അങ്ങോട്ട് ഫോൺ ചെയ്യുമ്പം കുട്ടിയാണ് ഫോൺ എടുക്കാറ്. അതുപോലെ അജിത്ത് ഉണ്ടോന്ന് ഇങ്ങോട്ട് ഫോൺ ചെയ്യുമ്പം ഞാനാണ് ഫോൺ എടുക്കാറ്. അങ്ങനെ ഞങ്ങൾ തമ്മിലും ഫോണിലൂടെ സംസാരിക്കാറുണ്ടല്ലേ. അമ്മേ കേറുവാ, ഇവിടെ അവന്റെ ലോകം. ആരവരൊക്കെ? അതാണ് ഗീതു, വിജയ് മോന്റെ. അയ്യോ, എനിക്കൊന്ന് കാണാൻ കൂടെ പറ്റിയില്ല. നന്നായി. കുട്ടപ്പേട്ട കാപ്പി എടുക്ക. ഞങ്ങള് ചോറ്റാനിക്കര പോയിട്ട് വരുന്ന വഴിയാ. ഇതുവഴി പോയപ്പോ അമ്മയ്ക്ക് ഒരേ നിർബന്ധം, നിന്റെ വീടൊന്ന് കാണണമെന്ന്. അതൊന്നും അല്ല മോനെ, വീട്ടിൽ നിന്നേ പ്ലാൻ ചെയ്താ വന്നത്. ഇതാണ് അമ്മയുടെ ഒരു കാര്യം. അല്പം വെയിറ്റ് ആയിക്കോട്ടെ എന്ന് കരുതി പറഞ്ഞതല്ലേ. പിന്നെ ചെറിയൊരു വിശേഷം കൂടി ഉണ്ട്. പറയമ്മേ. ഒന്നുമില്ല മോനെ, ഗീതുവിനൊരു ആലോചന വന്നിട്ടുണ്ട്. തരക്കേടില്ലാത്ത ബന്ധ. ഞങ്ങൾ അതങ്ങ് ഉറപ്പിക്കാന്ന് വിചാരിച്ചു. എന്റെ ഈശ്വര, നാടൻ വിമാനവും മോഡേൺ വിമാനവും തമ്മിൽ കൂട്ടുമുട്ടുവോ? ചിഞ്ചു, നിങ്ങൾക്ക് എന്താ അവളെ കാണുമ്പോ ഇത്ര ഇളക്കം? ഹലോ, മസിലൊക്കെ ശ്രദ്ധിക്കാറുണ്ടല്ലോ. അതെ, കുട്ടിയോട് നിന്നെ ഇംഗ്ലീഷ് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല എന്നൊന്നും കുട്ടി കരുതണ്ട. കീപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റിയ ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. പിന്നെ കുട്ടി വിചാരിക്കുന്ന പോലെ ഇയാൾക്ക് അത്ര വലിയ മസിലൊന്നും ഇല്ല. ദിവസം ഞാൻ കാണുന്നല്ലേ. പിന്നെ അവളെന്നെ പറഞ്ഞത് കേട്ടില്ലേ? ദേ, എന്റെ ജാതകത്തിൽ ഒരു കൊല നടത്തുന്നുണ്ട്. പക്ഷെ അത് നിങ്ങളല്ല എന്ന് എനിക്കിപ്പോ ബോധ്യായി. ഹായ് വിജയ്. ആഹാ, ഒത്തിരി പേരുണ്ടല്ലോ. ആരാ ഇവരൊക്കെ? ഇത് എന്റെ ഫ്രണ്ട് അജിത്ത്. ഹലോ. ഹലോ, അത് അജിത്തിന്റെ അമ്മ. ആഹാ, ഇത് അജിത്തിന്റെ സിസ്റ്റർ. പേര് പറഞ്ഞ് പരിചയപ്പെടുത്തു. മറന്നുപോയി കാണും. ഗീതു. കുട്ടി ഏതാന്ന് പറഞ്ഞില്ലല്ലോ. ഇൻട്രോഡ്യൂസ് മൈസെൽഫ്, ഐ എം ചിഞ്ചു. ഒന്നുകൂടി വിശദീകരിച്ച് പറഞ്ഞാൽ എന്റെ മുറിച്ചെറുക്കന വിജയ്. കക്ഷി കാണുമ്പോലെ അല്ലട്ടോ, ഇത്തിരി പഞ്ചാര കുഞ്ചുവാ. ഒന്ന് കൺട്രോൾ ചെയ്യാൻ വന്നതാ ഞാൻ. ഈ കുതിരയുടെ കട ഞാൻ ഡാഡി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നേ. വിജയ്, ഒന്നി വന്നേ. എക്സ്ക്യൂസ് മീ, ഒരു കാര്യം പറഞ്ഞോട്ടെ. ആ കുട്ടിയെ വെറുക്കാനാണോ നീ എന്റെ സഹായം ചോദിച്ചത്? എന്ത് നല്ല കുട്ടി, നിനക്ക് നല്ല മാച്ചാ. ഈ ഒരു ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. ആ ശാപം ഏറ്റുവാങ്ങാൻ എനിക്ക് വയ്യ. ചിഞ്ചു പ്ലീസ്, നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞങ്ങൾ തമ്മിൽ അകന്നേ പറ്റൂ. ഹലോ. എന്റെ വീട്ടിലെ നമ്പർ കണ്ട ഫോൺ എടുക്കില്ലെന്നറിയാം. അതുകൊണ്ടാ ബൂത്തിൽ നിന്ന് വിളിക്കുന്നത്. എന്താ വിശേഷം? ഞാൻ കുറച്ച് തിരക്കില്ല. അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യാനായിരിക്കും അല്ലേ? വിജയന് എന്നെ ഇഷ്ടം എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ വിജയുടെ ആൽബത്തില് എന്നെ കുറിച്ചുള്ള ഓർമ്മകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. എന്താ എന്താ ഒന്നും മിണ്ടാത്ത? എനിക്കൊന്ന് നേരിട്ട് സംസാരിക്കണം. സംസാരിച്ചേ പറ്റൂ. ക്ലാസ് കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ പാർക്കിൽ കാത്തു നിൽക്കും. വന്നിട്ട് ഞാൻ വീട്ടിൽ പോവും. ഓർത്തോ? വിജയ്ക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വെറുതെ നടന്ന എന്റെ മനസ്സിൽ കുറെ മോഹങ്ങൾ വളർത്തിയിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു മാറാന്ന് കരുതണ്ട. എനിക്കറിയണം എന്താ എന്നിന്ന് പിന്മാറുന്നതെന്ന്. വിജയ് ആരും ഭയക്കുന്നു. സ്വന്തം വീട്ടുകാരെയാണോ അതോ എന്റെ ഏട്ടനെയോ? ഇനി സഹിക്കാൻ എനിക്ക് വയ്യ. ഒന്ന് ഞാൻ തീരുമാനിച്ചു, എല്ലാ ഏട്ടനോട് തുറന്നു പറയാൻ.